നമസ്കാരം. കെനിയയിലെ ഗോത്രവർഗമായ സാംബുരു വർഗത്തിൽപ്പെട്ട ഒരു ഗോത്രത്തിലെ വിചിത്രമായ ഒരാചാരത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത്. സാംബുരു വിഭാഗത്തിലെ സ്ത്രീകൾക്കിടയിൽ മുത്തുമാലകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതിൻ്റെ കളറ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിവിധതരം കളറുകളാണ് മുത്തുമാലകളിൽ ഇവർ ഉപയോഗിക്കുന്നത്. നീലയും പച്ചയും മുത്തുക്കൾ ജലത്തെയും പച്ചപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത്. വെള്ള മുത്തുക്കൾ ഐശ്വര്യത്തെയും പരിശുദ്ധിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ചുവപ്പ് ഐക്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇങ്ങനെ നിരവധി കളറുകളിലൂടെയാണ് അവർ മാലകൾ ഉപയോഗിക്കുന്നതും അത് സമൂഹത്തിലേക്ക് അവരുടെ ആശയങ്ങൾ പ്രതിപാദിപ്പിക്കപ്പെടുന്നതും. എന്നാൽ സാംബുരു വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് ഈ മുത്തുമാലകൾ ഒരു കുരുക്കാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം ചെയ്തു കൊടുത്തതിൻ്റെ അടയാളമായിട്ടാണ് അവർ മുത്തുമാലകൾ ഉപയോഗിക്കുന്നത്. ബീഡിങ് എന്നാണ് ഈ സമ്പ്രദായത്തെ അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് സാംബുരു വിഭാഗക്കാരുടെ മോർലസത്തെക്കുറിച്ച് നാം അറിയണം. കന്നുകാലി വളർത്തൽ അവർക്ക് വെറുമൊരു ജോലി മാത്രമല്ല. ഒന്നോ രണ്ടോ പശുക്കളുള്ള സാംബുരു വർഗത്തിൽപ്പെട്ടവർ സമ്പന്നരാണ്. കാരണം വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് കന്നുകാലികളെ ദാനം കൊടുക്കണം. കന്നുകാലികളില്ലാത്ത ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കത്തില്ല എന്നർത്ഥം. ഈ കന്നുകാലികളെ തീറ്റുവാനായി ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് കള്ളന്മാരും പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ പ്രതിരോധിക്കാനായി ഗോത്രവർഗത്തിലെ 14 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ചെറുപ്പക്കാരെ ഏർപ്പാടാക്കും. അവരെ വിളിക്കുന്നത് യോദ്ധാക്കൾ എന്നാണ്. ഇവരെ മൊറാനുക്കൾ എന്നും അറിയപ്പെടുന്നു. പ്രത്യേകതരം ആഭരണങ്ങൾ ധരിച്ച് പ്രത്യേകതരം വസ്ത്രം ഉപയോഗിച്ച് ആയുധങ്ങളുമേന്തിയാണ് ഇവരുടെ നടപ്പ്. ഇവർക്ക് ഗോത്രത്തിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. യോദ്ധാവായി നടക്കുന്ന കാലത്ത് ഈ ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ അനുവാദമില്ല. എന്നാൽ ഈ സമയത്ത് ഈ ചെറുപ്പക്കാർക്ക് ലൈംഗിക ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ബീഡിങ് എന്ന സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയത്. യോദ്ധാവായി മാറിയ ആൺകുട്ടിക്ക് കുലത്തിൽ നിന്നും 9 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഒരു മുത്തുമാല കൊണ്ടിടുന്നതാണ് അവരുടെ അപ്പോഴത്തെ വിവാഹ രീതി. പിന്നീട് യോദ്ധാവിൻ്റെ ജീവിത പങ്കാളിയായി മാറുകയാണ് ഈ 9 വയസ്സുള്ള പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടിക്കും പെൺകുട്ടിയെ തിരഞ്ഞെടുത്ത യോദ്ധാവിനുമായി ഒരു പ്രത്യേക കുടിൽ നിർമ്മിച്ചു നൽകണം. ഈ കുടിലിന് അവർ വിളിക്കുന്നത് സിംഗിര എന്നാണ്. യോദ്ധാവിന് പെൺകുട്ടിയുമായി എപ്പോൾ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഒരു യോദ്ധാവ് തിരഞ്ഞെടുത്ത പെൺകുട്ടിയെ വേറൊരാൾക്ക് ബന്ധം പുലർത്തുവാനോ ബന്ധത്തിലേക്ക് പോകുവാനോ പാടില്ലാത്തതാണ്. ഈ യോദ്ധാക്കളായ ചെറുപ്പക്കാർ പകൽ സമയങ്ങളിൽ മുഴുവൻ കാടുകളിൽ കന്നുകാലികളെ മേച്ചു നടക്കും. രാത്രിയിൽ ഈ സിംഗരയിലെത്തി പെൺകുട്ടിയുമായി കിടപ്പറ പങ്കിട്ട് അതിരാവിലെ തിരിച്ചു വീണ്ടും ഫോറസ്റ്റിലേക്ക് കാടുകളിലേക്ക് തിരിച്ചു പോകും. ഏറെക്കാലം ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും ജീവിത പങ്കാളിയായി തുടരുമെങ്കിലും പെൺകുട്ടിക്ക് വിവാഹപ്രായമായാൽ ഇതേ ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. കാരണം അവരുടെ കുലത്തിലെ ബന്ധുക്കൾ തന്നെയാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും മറ്റൊരു കുലത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുവാൻ ഇവിടെ അനുവാദം ഉള്ളൂ. യോദ്ധാക്കൾ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹശേഷം നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആചാരം നടപ്പിലാക്കുന്നതെന്ന് അവിടുത്തെ മുതിർന്നവർ പറയുന്നുമുണ്ട്. വിവാഹത്തിന് മുമ്പ് ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും ഈ ആചാരം അവരെ സഹായിക്കുന്നുവെന്നാണ് കുലത്തിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. യോദ്ധാവിനൊപ്പം കഴിയാമെങ്കിലും ഈ പെൺകുട്ടിക്ക് ഗർഭം ധരിക്കുവാൻ കഴിയില്ല. അഥവാ ഗർഭം ധരിച്ചാൽ ആ ഭ്രൂണത്തെ കൊന്നുകളയുകയാണ് പതിവ്. അതല്ല, പ്രസവിക്കേണ്ടി വന്നാൽ അവരുടെ കുലത്തിൽ നിന്നും പുറത്താക്കുകയും ആ കുട്ടിയെ അവരുടെ കുലക്കാരനായി കണക്കാക്കുകയും ഇല്ല. സാംബുര ഗോത്രത്തിൽപ്പെട്ട മുതിർന്നവർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 2 നൂറ്റാണ്ടുകളായി ഈ സമ്പ്രദായം കെനിയയിൽ നടന്നു വരുന്നുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ആവശ്യങ്ങളെയും
നിഷേധിക്കുകയും ചെയ്യുന്ന ഈ ആചാരങ്ങൾക്കെതിരെ കെനിയയിലെയും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ശിശു വനിതാ ക്ഷേമ പ്രവർത്തകർ ഇതിടപെടുകയും നിരവധി സമര പ്രക്ഷോഭങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആചാരം നിർത്തലാക്കുവാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ അവർ നടത്തിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും കെനിയയിൽ തുടർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 25,000-ൽ താഴെ ജനസംഖ്യ മാത്രമുള്ള സാംബുരു ഗോത്രവർഗം അവരുടെ ആചാരം സംരക്ഷിക്കുവാൻ വേണ്ടി അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളത്.